റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും, അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം 1000-ഓളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഇനി നമുക്ക് തദ്രീബ് തിലാവയിലെ ചോദ്യങ്ങൾ നോക്കാം. ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് യോജിപ്പിക്കാനാണ്. താഴെ ഒരു 5 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഉദാഹരണങ്ങളാണ്. 5 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നിയമങ്ങളാണ് മുകളിൽ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ നിയമങ്ങൾ മുകളിൽ നിന്നെടുത്ത് ഇവിടേക്ക് താഴേക്ക് എഴുതാനാണ്. അതിൽ ഒന്നാമത്തെ നിയമം എന്താണ്? അലീമും ബിമാ എന്നാണ്. അലീമും ബിമാ എന്ന് പറഞ്ഞാൽ ഇവിടെ സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും വിധികളാണല്ലോ നമ്മളത് പ്രധാനമായിട്ടും പഠിക്കുന്നത്. തൻവീൻ ഇവിടെ ഉണ്ട്, അതിന് ശേഷം ബാ എന്ന അക്ഷരമാണ് വന്നിട്ടുള്ളത്, ബാ. അപ്പോൾ തൻവീനിന് ശേഷം തൻവീന് ഫത്തഹോ കസറുള്ളമ്മ എന്തോ ആവാം, അതിന് ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ അവിടുത്തെ നിയമം ഏതാണ്? ഇഖ്ലാബാണ്. 1 ഇവിടെ ഇഖ്ലാബാണ്. ആ ബാ എന്നുള്ള അക്ഷരം മാത്രമാണ് ഇഖ്ലാബിനുള്ളത്. മറച്ചു മണിക്കാണ് വേണ്ടത്. മറച്ചു മണിക്കല്ല, മറിച്ചു മണിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. മറിച്ചു മണിക്കുക എന്ന് പറഞ്ഞാൽ മീമിനെ മറിച്ച്, നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മറിച്ച് മീമാക്കി മറിച്ചു മണിക്കണം. അതാണ് ഇഖ്ലാബ്. അപ്പോൾ അതിൻ്റെ നിയമം അതാണ്. രണ്ടാമത്തത് വമിൻ ഖൽഖിഹി എന്നാണ്. വമിൻ ഖൽഖിഹി ഇവിടെ സാക്കിനായ നൂന് ഇവിടെ ഉണ്ട്. ശേഷം വന്ന അക്ഷരം ഏതാ? ഖാ ആണ് അല്ലേ? സാക്കിനായ നൂനിന് ശേഷം വന്ന അക്ഷരം ഖാ ആണ്. ഖാ വന്നാൽ എന്താ നിയമം? അവിടെ നിയമം ഇൽഹാറാണ്. ഇൽഹാർ. ഇവിടെ ഇൽഹാർ എന്ന് രണ്ടാമതായിട്ട് ഇവിടെ ഉണ്ട്. അതാണ് രണ്ടാമത്തേൻ്റെ ആൻസർ. ഖ മാത്രമല്ല, ഹംസ്, ഹാ, ഐന്, ഹാ, ഗൈന്, ഖ, ഈ 6 അക്ഷരങ്ങൾ വന്നാലും എന്താണ് അവിടുത്തെ നിയമം? ഇൽഹാറാണ് എന്ന് മനസ്സിലാക്കുക. അഥവാ മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. വമിൻ ഖൽഖിഹി എന്ന് പറയണം. മൂന്നാമത്തേത് മയ്യഖാഫു. മൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സാക്കിനായ നൂനത ശേഷം വന്ന അക്ഷരം യാ ആണ്. അപ്പോൾ സാക്കിനായ നൂനിന് ശേഷം യാ എന്ന അക്ഷരം വന്നാൽ അവിടുത്തെ നിയമം ഇദ്ഗാമും ബിഗുന്നയാണ്. ഇദ്ഗാമും ബിഗുന്ന അഥവാ ഇദ്ഗാമ് ചെയ്യണം, ഉന്നത്ത് ചെയ്യണം. ഇദ്ഗാമോടുകൂടി ഉന്നത്ത് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഓതണം? മയ്യഖാഫു. ഇദ്ഗാം പറഞ്ഞാൽ ഈ നൂനിനെ യായിലേക്കാണ് ചേർക്കുക. മയ്യ കണ്ടില്ലേ? പിന്നെ അവിടെ ഇങ്ങനെ മണിച്ച് നിൽക്കുന്നതാണ് ഉന്ന. അതും യാ മാത്രമൊന്നുമല്ല, അതിൻ്റെ അക്ഷരങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏതൊക്കെ? നൂനുണ്ട്, വാവുണ്ട്, മീമുണ്ട്, യാ ഉണ്ട്. ഈ 4 അക്ഷരങ്ങളാണ്. അത് ഒരക്ഷരങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്കിത് ഈ ഉദാഹരണങ്ങളിൽ നിന്നൊക്കെ നിയമങ്ങൾ സിമ്പിളായിട്ട് കണ്ടെത്താം. നാലാമത്തത് ഖൈറൻ ലഹും എന്നാണ്. ഖൈറൻ എന്നുള്ളത് നൂനൊന്നും സാക്കിനായ നൂനൊന്നുമില്ല, പക്ഷെ ഇവിടെ തൻവീനുണ്ട്. തൻവീന് ശേഷം വന്ന അക്ഷരം ലാമാണ് അല്ലേ? അപ്പോൾ തൻവീനിന് ശേഷം ലാമ് വന്നാൽ അവിടുത്തെ നിയമം എന്താണ്? ഇദ്ഗാമും ബിലാ ഗുന്നയാണ്. ഇദ്ഗാമ് ചെയ്യണം, പക്ഷേ ലാ ഗുന്ന, ഗുന്നത്ത് ചെയ്യരുത് എന്നാണ്. ഇദ്ഗാമും ബിലാ ഗുന്ന. ഖൈറൻ ലാ എന്ന അതെന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം, 2 പാടെ കൂട്ടണം. ഖൈറല്ല അത്ര ചെയ്താൽ മതി. ഖൈറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മണിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടുത്തെ നിയമം ഇദ്ഗാമും ബിലാ ഗുന്നയാണ്. ഇതിൻ്റെ മുമ്പ് ഇദ്ഗാമും ബിഗുന്ന നമ്മൾ 3ാമത്തേൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 4ാമത്തേൻ്റെ ഉത്തരമായിട്ട് ഇദ്ഗാമും ബിലാഗുന്നും പറഞ്ഞിട്ടുണ്ട്. ബിലാഗുന്നിൻ്റെ അക്ഷരങ്ങൾ 2 ഉള്ളൂ, ലാമും റാവും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. 5ാമത്തത് മിൻ സബീൽ എന്നാണ്. മിൻ സബീൽ ഇവിടെ സാക്കിനായ നൂനുണ്ട്, അതിന് ശേഷം വന്ന അക്ഷരം ഏതാ? സീനാണ്. സീന്. അപ്പോൾ അവിടുത്തെ നിയമത്തിൻ്റെ പേര് ഇഖ്ഫാ എന്നാണ്. മറച്ചു മണിക്കുക വേണ്ടത്.
ആ സാക്കിനായ നൂനാണെങ്കിൽ നൂന്, തൻവീനാണെങ്കിൽ തൻവീൻ അതിനെ മറക്കണം. മിൻസ മറിച്ചിട്ട് പിന്നെ മണിക്കും വേണം. അപ്പോൾ ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ 15 അക്ഷരങ്ങളുണ്ട് ഇഖ്ഫാഇന്. അഥവാ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇഖ്ലാബിൻ്റെ ഒരക്ഷരം, പിന്നെ ഇഖ്ലാബിൻ്റെ 1, ഇൽഹാറിൻ്റെ 6 അക്ഷരം, ഇദ്ഗാമും ബിഗുന്നൻ്റെ 4 അക്ഷരം, ഇദ്ഗാമും ബിലാ ഗുന്നൻ്റെ 2 അക്ഷരം. ഇതൊക്കെ കൂട്ടിയാൽ എത്ര? 13 അക്ഷരമായി അല്ലേ? 13. ഈ അറബിയിൽ 28 അക്ഷരങ്ങളാണല്ലോ. 28 ഈ 13 കുറച്ചാൽ ബാക്കിയുള്ള 15 അക്ഷരങ്ങളും ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങളാണ്. ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങളാണ്. അതിലൊന്നാണ് സീന്. അപ്പോൾ അതിൻ്റെ നിയമം ഇഖ്ഫ ആണ് എന്ന് മനസ്സിലാക്കുക. ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നിയമങ്ങൾ ചോദിച്ചാൽ ആ നിയമങ്ങൾ മാത്രമേ എഴുതിയാൽ മതി. നമ്മളെ 5ാമത്തെ ഉത്തരം ഇഖ്ഫ ഇവിടെ ഉണ്ട്. ഞാൻ നിയമങ്ങൾ മാത്രം എഴുതിയിട്ടുണ്ട്. അലീമും ബിമ ഇഖ്ലാബ്, വമിൻ ഖൽഖിഹി ഇൽഹാർ, മൻ യഖാഫു ഇദ്ഗാം ബിഗുന്ന, ഖൈറൻ ലഹും ഇദ്ഗാം ബിലാ ഗുന്ന, പിന്നെ അവസാനം മിൻ സബീലിൻ ഇഖ്ഫാ. ഇനി അടുത്ത ആക്ടിവിറ്റി അക്ഷരങ്ങൾ കണ്ടെത്താം. ഇവിടെ താഴെ 5 ചോദ്യങ്ങളുണ്ട്. അഥവാ അതിൻ്റെ അക്ഷരങ്ങളാണ് കണ്ടെത്തേണ്ടത്. അക്ഷരങ്ങൾ ഇവിടെ മറ്റേ ഒരു കള്ളികളിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ 1ാമത്തെ ചോദ്യം ഹുറൂഫുൽ ഹൽഖ്, ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ കണ്ടെത്താനാണ്. ഹൽക്കിൻ്റെ അക്ഷരം ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊക്കെയാണ്? ഹംസ്, ഹ, ഐന്, ഹ, ഖൈന്, ഖ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്? മീമ്, ഐന്, ഹ, ജീമ ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ ഐന്, ഹ ഇവിടെ ഉണ്ട്. അത് രണ്ടുമാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ അത് രണ്ടും അവിടെ എഴുതാം. ഇവിടെ ടിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എഴുതാനാണെങ്കിൽ എഴുതിയാൽ മാത്രം മതി. 2ാമത്തേത് ഹുറൂഫുൽ ലിസാനാണ്. ഹുറൂഫുൽ ലിസാനിൽ നിന്ന് 18 അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട്. ഹംസ്, ബാ, ജീമ്, ഷീനാണ് ഇവിടെ ഉള്ളത്. ഹംസ് എന്ന് പറഞ്ഞാൽ അത് ഹൽക്കിൻ്റെ അക്ഷരമാണ്. ബാ പറഞ്ഞാൽ ഷഫത്ത്, ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. ജീമും ഷീനുമാണ്. പിന്നെ എന്ത്? ജീമും ഷീനും. അതാണ് ജീമും ഷീനുമാണ് ലിസാൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം. അപ്പോൾ അത് രണ്ടും നമുക്ക് ഇവിടേക്ക് മാറ്റി എഴുതാം. ജീമ്, ഷീന്. ഇനി 3ാമത്തെ ഹുറൂഫുൽ ജൗഫിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം. ജൗഫ് പറഞ്ഞാൽ വായയുടെ ഉൾഭാഗം, നമ്മളെ വായൻ്റെ ഉൾഭാഗത്തു നിന്ന്, അതിൽ നിന്ന് പുറപ്പെടുന്നത് നമ്മൾ വേറൊരു ഇത് മനസ്സിൽ വെച്ചാൽ മതി. നീട്ടാനുള്ള അക്ഷരങ്ങളാണ് അതിലുണ്ടാവുക. ഇവിടെ സീന്, വാവ്, നൂന്, യാ. ഇതിലിപ്പോൾ ഏതൊക്കെയാണ്? വാവും യാ ആണല്ലോ നീട്ടുള്ളൂ. അപ്പോൾ അത് രണ്ടും എഴുതാം. വാവ്, യാ. അലിഫും കൂടി അതിലുണ്ട്. പക്ഷേ ഇവിടെ ഈ അക്ഷരങ്ങളിൽ അലിഫില്ലാത്തത് കൊണ്ട് അത് എഴുതണില്ല. 4ാമത്തേത് ഹുറൂഫു ഷഫത്താണ്. ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഫാ, വാവ്, ബാ, മീമ്. ഈ 4 അക്ഷരങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ ഏതാ? ഫാ ഉണ്ട്, ബാ ഉണ്ട്. ഗൈനും ഖാഫും അതിൽ പെട്ടതല്ല. അപ്പോൾ നമുക്ക് ഫാവും ബാ എഴുതാം. പിന്നെ 5ാമത്തേത് ഹുറൂഫുൽ ഗുന്നത്തി, ഉന്നത്ത് ചെയ്യേണ്ട അക്ഷരങ്ങൾ. മണിക്കൻ്റെ അക്ഷരങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധ കൊടുത്തിട്ട് മീമ്, ലാമ്, റാ, നൂന്. ഏതൊക്കെയാണ്? മീമും നൂനും ആണല്ലേ. ശ്രദ്ധയുള്ള മീമും നൂനും ആണല്ലോ മണിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധയുള്ള മീമും നൂനും ഇവിടെ എഴുതാം. ഇനി അടുത്തൊരു ആക്ടിവിറ്റി 3ാമത്തേത് ഓരോ ഉദാഹരണങ്ങൾ എഴുതാനാണ്. എന്തിൻ്റെ ഉദാഹരണം എഴുതേണ്ടത്? 1ാമത്തെ വായിച്ചു നോക്കൂ. സാക്കിനായ നൂനിന് ശേഷം ഹംസ് വന്നത്. സാക്കിനായ നൂനിന് ശേഷം സാക്കിനായ നൂന് ശേഷം ഹംസ് വന്നതിൻ്റെ ഉദാഹരണം ഞാനിവിടെ എഴുതുന്നുണ്ട്. നമ്മൾ 33ാമത്തെ പേജിൽ തുറന്നു നോക്കിയാൽ അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് ഖുർആനിലുള്ള ഏതും എഴുതാം. പുസ്തകത്തിലുള്ള തന്നെ ആയിക്കോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ നിയമം പാലിക്കുന്ന ഏതും എഴുതാം. ഖുർആനിലുള്ള ഏതും എഴുതാം. ഇവിടെ ഇൻ അത്തബിഉ എന്നുള്ളിടത്ത് ഇൻ എന്നുള്ള സാക്കിനായ നൂനിത ശേഷം ഹംസ് ഹംസ് വന്നിക്കണല്ലോ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ എഴുതാം. പിന്നെ 2ാമത്തേത് തൻവീനിന് ശേഷം ലാമ് വന്നതിന് ഉദാഹരണമാണ്. തൻവീന് ഫതഹാവാം, കസറാവാം, ലൊമ്മാവാം. ഇതിന് ശേഷം ലാമ് വന്നതിന് ഉദാഹരണം ഏതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഖൈറൻ ലഹും എന്നാണ്. ഖൈറൻ ലഹും അഥവാ തൻവീനിത ശേഷം ലാമത. മനസ്സിലായിട്ടുണ്ടാവും. 3ാമത്തേത് സാക്കിനായ നൂനിന് ശേഷം യാ വന്നതിന് സാക്കിനായ നൂനിന് ശേഷം അഥവാ സാക്കിനായ നൂനിത അതിന് ശേഷം യാ വന്നതിന് ഉദാഹരണം. സിമ്പിളാണ്.
അയ്യക്കുല എന്നാണ്. ഇത് ഇതൊക്കെ പേജ് നമ്പർ 37 നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അയ്യക്കുല സാക്കിനായ നൂനത ശേഷം സാക്കിനായ നൂനോടെ ഉണ്ട്, ശേഷം ദയാ വന്നിട്ടുണ്ട്. അപ്പോൾ അയ്യക്കുല എന്നതിന് എഴുതാം. പിന്നെ നാലാമത്തത് ഷദ്ദുള്ള നൂന് വന്നതിനും അതേപോലെ മീമ് വന്നതിനും ഉദാഹരണമാണ്. ഷദ്ദുള്ള നൂന് വന്നതിന് ഉദാഹരണം അൽ ജന്നത്തു. ഞാനൊരു ഉദാഹരണം ഇതാണ്, പുസ്തകത്തിൽ വേറെയും പറയുന്നുണ്ട്, നിങ്ങൾക്കത് എഴുതാം. ഷദ്ദുള്ള നൂന് അതൊക്കെ സിമ്പിളാണ്. പിന്നെ ഷദ്ദുള്ള മീമ് വന്നതിന് ഉദാഹരണം ഞാനിവിടെ വറുമ്മാനുൻ എന്ന് എഴുതുന്നുണ്ട്. ഇതൊക്കെ പുസ്തകത്തിലുള്ളതാണ്. വറുമ്മാൻ ഷദ്ദുള്ള മീമ് അപ്പോൾ നമുക്കങ്ങനെ ഉത്തരങ്ങൾ എഴുതാം. ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം. മദ്ദിയായ അക്ഷരങ്ങൾ കൊണ്ട് പൂരിപ്പിക്കാം എന്നാണ്. മദ്ദിയായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ജൗഫിൻ്റെ അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫത്തഹിനെ നീട്ടാൻ അലിഫാണ് വേണ്ടത്. കസ്റാണെങ്കിൽ അതിനെ നീട്ടാൻ യാ വേണം. ലമ്മാണെങ്കിൽ അതിനെ നീട്ടാൻ വാവ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ 1-ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻസ ഡാഷ് നുൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഫത്തഹാണുള്ളത്. അപ്പോൾ അതിനെ ഇൻസാനുൻ എന്നാക്കണമെങ്കിൽ അലിഫ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇൻസാനുൻ എന്നായി അല്ലേ. പിന്നെ യഹ്ദിനെ യഹ്ദീ എന്നാക്കാൻ ഇവിടെ കസ്റായത് കൊണ്ട് തന്നെ യാ കൊടുത്താൽ മതി. അപ്പോൾ യഹ്ദീ എന്നായി. പിന്നെ അപ്പോൾ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു. മൂന്നാമത്തത് യുമിനു ഡാഷ് എന്നാണ്. ഇവിടെ ലമ്മായതുകൊണ്ട് അതിന് നീട്ടാൻ വാവാണ് കൊടുക്കേണ്ടത്. അപ്പോൾ യുമിനൂന എന്നായി. ഇതൊക്കെ ജൗഫിൻ്റെ ഹർഫുകളാണ്, വായയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. മദ്ദിയായ അക്ഷരങ്ങൾ എന്നും പറയാം. ഞാനതൊന്ന് എഴുതി കാണിച്ചു തരാം. ഒന്നാമത്തത് ഇൻസാനുൻ, അടുത്തത് യഹ്ദീ എന്നാണ്, യഹ്ദീ. മൂന്നാമത്തത് യുമിനൂന എന്നാണ്, യുമിനൂന. അപ്പോൾ ഇതിങ്ങനെ പിന്നെ പൂരിപ്പിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.